ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കണവ, കൂന്തൽ എന്നൊക്കെ പറയും, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുക്കർ അവിടെ ആ സമയം കൊണ്ട് വിസിലൊക്കെ അടിച്ച് കേട്ടോ, 3-4 വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതെല്ലാം ഒന്ന് കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് വേണം നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഈ കൂട്ടത്തിൽ ഇട്ടാൽ പിന്നെ ഉള്ളി വഴലത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉള്ളി കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി വരുന്നവരെ നോക്കുകയാണേ. ഇതാ അപ്പോൾ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി ഇവിടെ നല്ലതായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം ഗരം മസാല വേറെ ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കറുവപ്പട്ടയും കൂടെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നമുക്ക് വഴറ്റി ആ പൊടിയുടെയൊക്കെ ആ പച്ചച്ചോവയൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കണവ നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ ഇതിന് ഒന്ന് നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ. കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ റോസ്റ്റ്, കണവ റോസ്റ്റ് എന്നൊക്കെ പറയും, നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.